ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കേരള ഹൈക്കോടതി വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു തുടരുകയാണ്. രേഷ്മ, ഈ 1999 മുതലുള്ള ഈ കണക്കുകൾ പരിശോധിക്കണം, അതിലെല്ലാം അവ്യക്തതയുണ്ട് എന്ന് കോടതി പറയുമ്പോൾ അത് വളരെ ഗൗരവമായൊരു വിഷയമാണല്ലോ. അതെ ഗൗതം, അതായത് 99 മുതൽ കാലഘട്ടത്തിൽ അതിൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങൾ അതിൽ ചില അവ്യക്തതകൾ തുടരുന്നുണ്ട്. ഇത് തന്നെയാണ് ഹൈക്കോടതി സൂചന നൽകിയിട്ടുള്ളത്. അതായത് നേരത്തെ ഹൈക്കോടതി ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി ഇളക്കിയ വിഷയം പരിഗണിച്ച സമയത്ത് 2019 അത് ചെമ്പുപാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് 99 മുതലുള്ള രേഖകളിൽ അവ്യക്തത ഉണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഈ പലതിലും അതായത് ഈ ദ്വാരപാലക സെറ്റ് വേറെ രണ്ട് സെറ്റുണ്ട്, പാളികൾ 2 സെറ്റുണ്ട്, പീഠങ്ങൾ 2 ഉണ്ട് എന്ന് അറിഞ്ഞത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോയിട്ട് 2024 ഒരു ഇമെയിൽ അയച്ചതിലൂടെയാണ്. അതായത് കുറഞ്ഞ ചെലവിൽ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന ദ്വാരപാലക പാളികൾ, മറ്റൊരു സെറ്റ് ദ്വാരപാലക പാളികളും പീഠവും അതിലെ സ്വർണം വേർതിരിച്ചെടുക്കാനായിട്ട് തനിക്ക് അനുമതി നൽകണമെന്നുള്ളതായിരുന്നു ആ ഇമെയിലിലെ സാരാംശം. അത് ഹൈക്കോടതിയിൽ എത്തുകയും അത് പിന്നീട് അത് കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു കണ്ടെത്തലാണ് ഇക്കാര്യത്തിൽ ഒരു പീഠം കൂടി ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. അത് മാത്രമല്ല, അത് പിന്നീട് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തു, ഈ മറ്റൊരു സെറ്റ് ദ്വാരപാലക പാളി ഉണ്ടെങ്കിൽ, അത് സ്ട്രോങ് റൂമിൽ ഉണ്ടെങ്കിൽ, പീഠമുണ്ടെങ്കിൽ അതും പരിശോധനയിൽ കണ്ടെത്തണമെന്നുള്ളതായിരുന്നു ദേവസ്വം വിജിലൻസിന് ദേവസ്വം ബെഞ്ച് നൽകിയ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തിയെങ്കിലും ഈ പീഠങ്ങളോ മറ്റൊരു സെറ്റ് ദ്വാരപാലക പാളികളോ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനിടയിൽ അത് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീടായിട്ടുള്ള, അതായത് വെഞ്ഞാറമൂട്ടിലെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിലാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണ്ടത്. അത് മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ടുള്ള രജിസ്റ്ററുകളിലും അപ്പാടെ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മഹസറിൽ കാണില്ല, മഹസറിലുള്ളത് സ്ട്രോങ് റൂമിലെ ഫിസിക്കൽ രജിസ്റ്ററിലില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിരമിച്ച ജില്ലാ ജഡ്ജി നടത്തുന്ന കണക്കെടുപ്പിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ, ഏതൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്, സ്വർണ്ണാഭരണം എത്രത്തോളമുണ്ട്, അതിൻ്റെ മൂല്യം എത്രയാണ്, അളവ് തൂക്കം എത്രയാണ്, ഇതായിരിക്കും അന്തിമമായിട്ടുള്ള കണക്കെടുപ്പ്. ഒപ്പം തന്നെ എവിടെയൊക്കെയാണ് അവ്യക്തത ഉണ്ടായിട്ടുള്ളത് ഇതും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുകയും വേണം. എന്തായാലും അപ്പാടെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് ശബരിമലയിൽ ഈ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന മുഴുവൻ ആഭരണങ്ങളിലും ഒരു പക്ഷേ ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്ത കണക്കുകളുണ്ടാകാം, അതിൻ്റെ അളവ് തൂക്കത്തിൽ വ്യത്യാസമുണ്ടാകാം, അതിൻ്റെ മൂല്യത്തിൽ വ്യത്യാസമുണ്ടാകാം. അതൊക്കെ തന്നെ തങ്ങൾക്ക് അറിയണമെന്നുള്ള നിലപാടിലാണ് ഹൈക്കോടതി ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ രീതിയിൽ, അതായത് വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു കണക്കെടുപ്പ് വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം കൃത്യമായിട്ട് ഈ രേഖകളും ഒപ്പം തന്നെ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചും അതല്ലാതെ ദേവസ്വം ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തണമെന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്.